രുദ്രാക്ഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ധരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് രുദ്രാക്ഷം. എന്നാൽ അത് എല്ലാവരും ധരിക്കരുത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ധരിക്കുമ്പോൾ ആചരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? രുദ്രാക്ഷം എന്നുള്ളത് വേദങ്ങളനുസരിച്ച്, ഉപനിഷത്തനുസരിച്ചിട്ട് ശിവഭഗവാന്റെ കണ്ണിൽ നിന്ന് ഇറ്റു വീണ കണ്ണുനീർ തുള്ളികളാണെന്നാണ് പറയുക. അതിൽ നിന്ന് മുളച്ചു വന്നതാണ് രുദ്രാക്ഷം. അപ്പോൾ ആ രുദ്രാക്ഷം രുദ്രൻ്റെ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ധരിക്കാം. പക്ഷേ അതിന് ചില ശുദ്ധി അശുദ്ധി കാര്യങ്ങൾ നമ്മൾ ചിലതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1 മുതൽ 36 വരെ മുഖങ്ങളുള്ള രുദ്രാക്ഷമാണ് എൻ്റെ അറിവിലുള്ളത്. അപ്പോൾ അതിൽ 5 മുഖ രുദ്രാക്ഷമുണ്ട്. കാലാഗ്നി രുദ്രൻ എന്നാണ് അതിൻ്റെ പേര്. ആ രുദ്രാക്ഷം ആർക്കും ധരിക്കാം. പഞ്ചമുഖി രുദ്രാക്ഷം ആർക്ക് വേണമെങ്കിലും ധരിക്കാം. അതിപ്പോൾ അതാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുക. കാരണം ബ്രഹ്മചര്യ ദീക്ഷ, അതുപോലെ